ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? മഴയൊക്കെ എങ്ങനെ പോകുന്നു? എന്തൊരു ചൂടാണേ, എന്തൊരു ചൂടാണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരിപ്പോൾ എന്തൊരു മഴയാണെന്ന് ആക്കിയിട്ടുണ്ടല്ലേ. വെയിലാണേലും മഴയാണേലും ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് താങ്ങൂലല്ലേ. പ്രകൃതിയും ശോഭിക്കും, നമ്മളും ശോഭിക്കും. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന ചെടികളെല്ലാം ഞാൻ വെള്ളത്തിൽ ബേസണിലാക്കിയിട്ട് വെള്ളത്തിൽ മുറ്റത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നടാമെന്ന് കരുതിയിട്ട് ചെറിയൊരു തോർച്ച കണ്ടപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഒത്തിരി പ്ലാന്റ് കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ ഇന്നലെ മുഴുവൻ. പക്ഷേ ഇന്നത് സങ്കടത്തിലേക്ക് വഴിമാറി. കാരണം പോട്ടില്ല പ്ലാന്റ് ചെയ്യാനായിട്ട്. ചെത്തിയൊക്കെ വീടിൻ്റെ സൈഡിൽ നീളത്തിൽ ഇങ്ങനെ നിരത്തി നടണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അതിനാണ് ഞാൻ അത്രയും കൊമ്പൊടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. ഭൂമി മൊത്തം നനഞ്ഞു കിടക്കുന്ന കാരണം പെട്ടെന്ന് അങ്ങോട്ട് വലിഞ്ഞു പോകില്ല. ഒഴുകിപ്പോകാനായിട്ട് കാണേ നിറഞ്ഞ് ഏതാണ്ട് നിറഞ്ഞ പോലെ കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒഴുകി പോകുന്നുമില്ല. അപ്പോൾ അത് കാരണം താഴെ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോയാലോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ താഴെ നടാത്തത് കേട്ടോ. അപ്പോൾ ചെത്തി എന്തായാലും നാളെയോ മറ്റന്നാളോ നടാമെന്ന് കരുതി. അപ്പോൾ ബൊഗെയിൻവില്ലയും അങ്ങനെ കുറച്ച് ചെടികൾ മാത്രമാണ് ഞാനിപ്പോൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ബൊഗെയിൻവില്ല എടുത്തപ്പോഴേക്കും അതിൻ്റെ ചെറിയൊരു കൂമ്പ് അടർന്നു പോയി. കളഞ്ഞില്ല, അതങ്ങനെ തന്നെ പോട്ടിലോട്ട് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിടിച്ച് കിട്ടുമല്ലോ എന്നറിയില്ല. അപ്പോൾ 2 കൊമ്പ് ഒരേപോലത്തെ ബൊഗെയിൻവില്ല ആയിരുന്നു. അപ്പോൾ അത് ഒരുമിച്ച് തന്നെ നടാമെന്ന് കരുതി. അതുപോലെ ഡാർക്ക് മജന്ത കളറേ, അതുപോലെ മറ്റേ കളറ് 3 കൊമ്പുണ്ട്, അതൊരുമിച്ച് ഒരു പോട്ടിൽ നടാമെന്ന് കരുതി. അപ്പോൾ 3 പോട്ടും പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ബോക്സും പിന്നെ 2-3 ബോട്ടിൽ മുറിച്ചതൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നടാൻ പോണത്. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ, ഇഷ്ടത്തോടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേര് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പം എൻ്റെ ലക്ഷ്യം. പിന്നീട് നമുക്ക് നന്നായിട്ട് പിടിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞ് വേരൊക്കെ അതിൽ ഫില്ലായി കഴിയുമ്പോഴേക്കും നല്ല പോട്ടിലേക്ക് നമുക്ക് റീപോർട്ട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എല്ലാം ഒന്ന് വേര് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കറ്റാർ വാഴയുടെ പീസ് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ജെല്ലിൽ മുക്കിയിട്ട് ആ ഓരോ പീസോടുകൂടി തന്നെയാണ് ഞാൻ നടന്നത് കേട്ടോ. ഇതൊരു പ്രാവശ്യം എനിക്ക് വിജയിച്ച് കിട്ടിയതാണ്. എല്ലാ ചെടികൾക്കും കറ്റാർവാഴ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നതെല്ലാം കറ്റാർവാഴയിൽ അങ്ങനെ കുത്തിവെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ മൺചട്ടികൾ 2 ചെറിയ ചട്ടിയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് മാറ്റിയ ചട്ടിയാണിത്. അപ്പോൾ ഇതിൽ എന്ത് നടണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് മുസാണ്ട നട്ടാലോ എന്ന്. പിന്നെ ഓർത്ത് മുസാണ്ട കുറച്ച് വലുതാവുന്നതല്ലേ, അപ്പോൾ ഇതിൽ നട്ട് കഴിഞ്ഞാൽ ഇനി ഇളക്കി പറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പോയാലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ മുസാണ്ട നട്ടിലിട്ടാ. അപ്പോൾ ബാമ്പു ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാനിവിടെ വീടിനകത്ത് ലക്കി ബാമ്പു നോർമൽ ടൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൽ നല്ല പോലെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചട്ടി നിറച്ച് ലക്കി ബാമ്പു ഉണ്ടായതാണ്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ചപ്പോഴേക്കും കുറേ ലക്കി ബാമ്പൊക്കെ പോയി. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കണം, മണ്ണിൽ തന്നെ നടണം എന്ന് കരുതിയിട്ട് ഇപ്പം ഞാൻ ബോട്ടിൽ മണ്ണ് വെച്ചിട്ട് ലക്കി ബാമ്പ് അതിൽ നട്ട്. അതുപോലെ തന്നെ വെരിഗേറ്റഡ് കൊണ്ടുവന്നതും ഒരു ബോട്ടിൽ മണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നട്ടേക്കണത്. ഈ ബോട്ടിൽ വേര് ഫില്ലായി കഴിയുമ്പോഴേക്കും കുറച്ച് തൈകളും കൂടി വരുമല്ലോ. അപ്പോൾ നമുക്ക് വേറൊരു നല്ല പോട്ടിലോട്ട് മാറ്റി നടാം. അപ്പോൾ ബൊഗെയിൻ വില്ലകളും നട്ടിട്ടുണ്ട്, അതുപോലെ ലക്കി ബാമ്പു നട്ടു. ആ മണ്ണിൻ്റെ ചട്ടിയിൽ ഞാൻ പാമാണ് കേട്ടോ വെച്ചത്. അത് എന്ത് പാമാണെന്നറിയില്ല. ആ ലീഫിൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് എലിഫൻ്റ് ഇയർ പാമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതുപോലെ മുസാണ്ട ഞാനൊരു കുപ്പിയിലാണ് പിടിപ്പിച്ചേക്കണത്, അല്ല വച്ചേക്കണത്. അത് പിടിച്ച് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ചട്ടിയിലോട്ട് മാറ്റാം. ഇനിയും പ്ലാന്റ്സ് ഒരുപാടുണ്ട് കേട്ടോ വയ്ക്കാനായിട്ട്. എന്നെക്കൊണ്ട് ചെയ്യിക്കില്ലെന്നുള്ള വാശിയുള്ള പോലെയാണ് കേട്ടോ മഴ പിന്നെയും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിട്ട ഡ്രസ്സ് മൊത്തം നനഞ്ഞ് ഞാൻ അകത്ത് കയറി ഇരിക്കുമായിരുന്നേ. തോർന്ന ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ലാസ്റ്റത്തെ വീഡിയോ എടുത്തത്.